ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിരുന്നില്ല, അപ്പോൾ സോറി ഫോർ ദാറ്റ്. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നത്. നമ്മുടെ ഡേവി ജോൺസിനെ കുറിച്ചാണ്. നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ചാപ്റ്ററിൽ നമ്മുടെ ഡേവി ജോൺസിനെ കുറിച്ച് മെൻഷൻ ചെയ്തിരുന്നു, നമ്മുടെ റോക്സ് ഡി സെബക്ക്. അപ്പോൾ പലർക്കും നമ്മുടെ ഡേവി ജോൺസിനെ അറിയായിരിക്കും, പക്ഷേ നമ്മുടെ ഡേവി ജോൺസിന് നമ്മുടെ വൺ പീസിൽ എന്താണ് റോൾ എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതറിയാൻ താല്പര്യമുള്ള ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വൺ പീസ് കാണുന്ന കൂട്ടുകാർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ കമൻറ്റ് സെക്ഷൻ്റെ അവിടെ ഒന്ന് സ്വൈപ്പ് ചെയ്താൽ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുമ്പോൾ ഈ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങളങ്ങനെ ഹൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. എന്നാൽ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ഈ ഡേവി ജോൺസ് എന്ന് പറയുന്ന ഈ ക്യാരക്ടറിനെ കുറിച്ച് 3 തവണയാണ് നമ്മുടെ വൺ പീസിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഒന്നിപ്പം നമ്മുടെ റോക്സ്, പിന്നെ ഒന്ന് നമ്മുടെ ഫോക്സിയുടെ ഫൈറ്റില്ലായിരുന്നില്ലേ, ഫോക്സിയുടെ ആർക്ക്. അതിൽ നമ്മുടെ ഈ അവർ ഫൈറ്റ് ചെയ്യുന്ന സ്ഥലത്തിനെ എന്തോ ഡേവി ബാക്ക് ഫൈറ്റ് എന്നോ അങ്ങനെയാണ് വിളിച്ചിരുന്നത്. പിന്നെ നമ്മുടെ നീക്കോ റോബിനി നമ്മുടെ ഈ ഡേവി ജോൺസിനെ കുറിച്ച് നമ്മുടെ സ്റ്റോറിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നീക്കോ റോബിന് പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഈ ഡേവി ജോൺസ് എന്ന് പറയുന്ന ആൾക്ക് നമ്മുടെ ഏൻഷ്യൻ ടൈമിൽ ഒരു കേസ് കിട്ടിയിട്ടുണ്ട്. ആ കേസ് കാരണം നമ്മുടെ ഡേവി ജോൺസ് കടലിൻ്റെ അടിയിലാണ് ഉള്ളതെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഡേവി ജോൺസ് എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു പക്ഷേ നമ്മുടെ 800 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ജോയ് ബോയുടെയൊക്കെ ടൈമിലുള്ള ആളായിരിക്കും. ആ ടൈമിൽ നമ്മുടെ ഇമൂസാമയുടെ കയ്യിൽ നിന്നായിരിക്കും ഈ കേസും കിട്ടിയിട്ടുണ്ടാവുക. എന്നിട്ടായിരിക്കും നമ്മുടെ ഈ സീ ഫ്ലോറിലേക്ക് നമ്മുടെ ഡേവി ജോൺസ് എത്തപ്പെട്ടത്. പിന്നെ ഒരുപക്ഷെ ഈ ഡേവി ജോൺസ് എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു പക്ഷേ നമ്മുടെ ജോയ് ബോയിനെ പോലെ തന്നെ നമ്മുടെ 800 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു മേജർ ഫിഗർ ആകാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഈ ജോയ് ബോയിയുടെ ഫോളോവേഴ്സിനെയാണ് ഡി മെമ്പേഴ്സായിട്ട് വരുന്നതെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബ്ലാക്ക് ബിയർഡ്, റോക്സ് ഇവരൊക്കെയും ഡി മെമ്പേഴ്സ് തന്നെയാണ്. പക്ഷേങ്കിൽ ഇവർ നമ്മുടെ മറ്റുള്ള ഡി മെമ്പേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമാണ്. അപ്പോൾ ഒരു പക്ഷേ നമ്മുടെ ഡേവി ഡി ജോൺസ് ആയിരിക്കാം. ഒരു പക്ഷേ ആ ടൈമിൽ നമ്മുടെ ജോയ് ബോയുടെ നേരെ എക്സാക്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും ഡേവി ജോൺസ്. നമുക്കറിയാം നമ്മുടെ ജോയ് ബോയ് ശ്രമിച്ചിരുന്നത് നമ്മുടെ വേൾഡിലെ സിസ്റ്റമൊക്കെ മാറ്റി എല്ലാവർക്കും ഫ്രീഡം കൊടുക്കാനാണ്. എന്നാൽ നമ്മുടെ ഡേവി ജോൺസ് എന്ന് പറയുന്ന ഈ ക്യാരക്ടർ ഒരു പക്ഷേ ശ്രമിച്ചിട്ടുണ്ടാകുക നമ്മുടെ വേൾഡ് ഡോമിനേഷൻ ആയിരിക്കും. നമുക്കറിയാം റോക്സിന് വേൾഡിൻ്റെ കിങ് ആകണമെന്നും ആഗ്രഹം, അതുപോലെ തന്നെ നമ്മുടെ ബ്ലാക്ക് ബീഡിൻ്റെ ആഗ്രഹം ഇത് തന്നെയാണ്. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കും നമ്മുടെ റോക്സ് പറയുന്നത് നമ്മുടെ ഇമ്മുവിനോട് ഞാൻ ഡേവി ജോൺസിൻ്റെ വലിയൊരു ഫാനാണെന്ന്. അതുമാത്രമല്ല നമ്മുടെ ഡേവി ജോൺസ് നമ്മുടെ ഡി ക്ലാൻ മെമ്പർ ആണെങ്കിൽ നമ്മുടെ നറൂട്ടോയിലൊക്കെ കണ്ടതുപോലെ ഇൻട്രയും അഷുറയും ഇല്ലേ, അതുപോലെ തന്നെയായിരിക്കും നമ്മുടെ ഈ ജോയ് ബോയും ഡേവി ജോൺസും. ഇവരുടെ രണ്ടുപേരുടെയും ഫോളോവേഴ്സ് ആയിരിക്കും ഒരു ഭാഗത്ത് ഫ്രീഡം കൊടുക്കാനും ഒരു ഭാഗത്ത് ഡോമിനേഷനും വേണ്ടി ശ്രമിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ലൂഫിയുടെയും ബ്ലാക്ക് ബീഡിൻ്റെയും ടൈം വരെ എത്തിയിട്ടുള്ളത്. പിന്നെ ചില തിയറിയിലൊക്കെ കാണിച്ചിട്ടുണ്ട് നമ്മുടെ ഡേവി ജോൺസ് എന്ന് പറയുന്ന ഈ ക്യാരക്ടർ ഇപ്പോൾ നമ്മുടെ വൺ പീസിൽ ജീവനോടെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഒരു പക്ഷേ അങ്ങനെ ആവാനും ചാൻസ് ഉണ്ട്. നമ്മുടെ ഈ ബേൺഡ് സ്കാർ മാൻ എന്നൊക്കെ പറയുന്ന ക്യാരക്ടർ ഒരു പക്ഷേ ഡേവി ജോൺസ് ആവാനും ചാൻസ് ഉണ്ട്. ഇനി ഇത്രയും കാലം എങ്ങനെയായിരിക്കും സർവൈവ് ചെയ്തെന്ന് വെച്ചാൽ നമ്മുടെ ഇമ്മൂടെ കേസ് കാരണമായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഡേവി ജോൺസ് നമ്മുടെ വൺ പീസിൽ ഇതുവരെ കാണിക്കാത്ത ഏതെങ്കിലും പുതിയ റേസ് പെട്ടിട്ടുള്ള ആരെങ്കിലും ആയിരിക്കും. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വൺ പീസിൽ ഒരുപാട് റേസസ് കാണിക്കുന്നുണ്ട്. അത് തന്നെ പലരുടെ ലൈഫ് സ്പാമിൽ വ്യത്യാസമുണ്ട്. ഒരു പക്ഷേ നമ്മുടെ ഡേവി ജോൺസിൻ്റെ ഏതെങ്കിലും പുതിയ റേസിൽ പെട്ട ആളായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡേവി ജോൺസിൻ്റെ ലൈഫ് സ്പാം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. ഒരുപാട് കാലം ജീവിക്കാൻ നമ്മുടെ ഡേവി ജോൺസിന് പറ്റുമായിരിക്കും. അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ഡേവി ജോൺസിൻ്റെ വില്ലും നമ്മുടെ ബ്ലാക്ക് ബിയർഡിൻ്റെ ഉള്ളിലുണ്ടാവാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് നമ്മുടെ ഡേവി ജോൺസിനെ കുറിച്ച് പറയാനുള്ളത്. ഇത് കുറേ പൊട്ടത്തരങ്ങളൊക്കെ ഉണ്ടാക്കാം. നിങ്ങൾക്ക് ഈ തിയറിയെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് സെക്ഷനിൽ പോയിട്ട് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അനൗൺസ് ചെയ്യുക, ഓൾ നോട്ടിഫിക്കേഷൻ ചെയ്ത് നോക്കുക. മറ്റൊരു സമയത്ത് കാണുന്നവരെ ബൈ ബൈ.